കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രാജാക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് VS ബിജു ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നികുതിയിൽ വന്ന ഭീമമായ വർധനവ്, ഗോഡൌണിനും തൊഴിൽ നികുതി, ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നും യൂസർ ഫീ, മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും 2 വേസ്റ്റ് ബിൻ സ്ഥാപിക്കണമെന്ന നിയമപരിഷ്കരണം തുടങ്ങിയ കഠിനമായ കരിനിയമങ്ങൾ വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സമരം ജില്ലാ വൈസ് പ്രസിഡന്റ് VS ബിജു ഉദ്ഘാടനം ചെയ്തു. ദീർഘവീക്ഷണമില്ലാത്ത പ്രവർത്തനത്തിന്റെ പേരിൽ സർക്കാരിനുണ്ടായ ഭീമമായ നഷ്ടത്തിന്റെ പേരിൽ വ്യാപാരികളെ പിഴിയുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ലാത്ത പ്രവർത്തനത്തിന്റെ പേരിൽ ഗവൺമെന്റിന് സാമ്പത്തിക നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം ഉത്തരവാദി ഒരിക്കലും വ്യാപാരിയല്ല, അതിനെല്ലാം പിഴിയേണ്ടത് വ്യാപാരിയല്ല. കേരളത്തിൽ ഏതാണ്ട് 10 ലക്ഷത്തോളം കുടുംബങ്ങളാണ് വ്യാപാരം ചെയ്ത് ഇന്ന് ജീവിക്കുന്നത്. 10 ലക്ഷത്തോളം കുടുംബങ്ങൾ വ്യാപാരം ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ചിന്തിക്കണം, ഇവർക്കെല്ലാം ഗവൺമെന്റ് തൊഴിൽ കൊടുക്കുന്നില്ല. ഇവരെ ഈ 10 ലക്ഷത്തോളം ആളുകൾ സ്വന്തമായി തൊഴിൽ കണ്ടെത്തി അവർ സ്വന്തമായി ജീവിക്കുമ്പോൾ അവരെ മാക്സിമം ബിസിനസ്സിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നതിന് പകരം ഭീമമായിട്ടുള്ള ഫീസുകൾ ഏർപ്പെടുത്തി അവരെ പരാജയപ്പെടുത്തി ഇവിടുത്തെ ചെറുകിട വ്യാപാരികളെ തകർത്തുകൊണ്ട് വ്യാപാരം ഇല്ലാതാക്കിക്കൊണ്ട് ഈ ഒരു സംരംഭത്തെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സജി കോട്ടയ്ക്കൽ, ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുവെള്ളാട്ട്, അബ്ദുൽ കലാം, VC ജോൺസൺ, ബെന്നി ജോസഫ്, PB മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി വ്യാപാരികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു.